ആ ബ്രോ ഹായ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പേര് സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എസ് എ സാറിന് മനസ്സിലായി. അപ്പൊ ഞാൻ സിനിമ കുറച്ച് ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാ. പിന്നെ ഇതിനകത്തുള്ള മൂഡ് മാറി. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാനാവാതെ എൻ്റെ ഇമോഷൻ പുറത്തേക്ക് അങ്ങനെ ഡൗൺ ഇമോഷൻ പുറത്തേക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങളെ ഞാൻ എപ്പോഴും റീകോൾ ചെയ്യാറുണ്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും അത്ര ആധികാരികമായി സംശയം ചോദിക്കാമെന്ന്. ഞാനിപ്പോൾ തൊണ്ടി മുതൽ ആ സംശയം ഷായിയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ഷായിയോട് തന്നെ നമുക്കത് ചോദിക്കാൻ പറ്റുന്നു. എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചിങ്ങനെ പോകും. അപ്പോൾ പോണ വഴിക്ക് പെട്ടെന്നൊരു പോലീസ് ജീപ്പ് കണ്ടപ്പോൾ നമ്മുടെ എന്തോ സാധനം അവിടെ കിടക്കുക, ഇത്രയും ദിവസം അതിനകത്ത് ചിലവഴിച്ചിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന പോലെയാണ് എനിക്കൊരു പോലീസ് ജീപ്പ് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് അത് എടുത്തുകൊണ്ട് നമ്മുടെ വണ്ടി എന്തോ സൈഡിൽ ഒതുക്കി ഇട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും പറഞ്ഞു എന്തായാലും വന്ന ദിവസം കൊള്ളാം, കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു ദിവസമായി. ഇവരെല്ലാരും ഓവർ വർക്ക്ഡ് ആണ്. ഇവർ ഇത്രയും മണിക്കൂറുകൾ പണിയെടുത്തു കഴിഞ്ഞ് വെളുപ്പിന് 4:15 അടിക്കുന്ന സല്യൂട്ടും രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കുന്ന സല്യൂട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ കഴിയുമെങ്കിൽ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുമോ എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. 10 ദിവസമൊക്കെ ആൾക്കാർ ഉറക്കമൊഴിച്ച് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ഇങ്ങനെ ഉറപ്പായിട്ടും ബിഗ് ബോസ് ആകും പതുക്കെ. പുള്ളിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചൊറി മുത്തനില് പോത്തേട്ടൻ തന്നെ എടുത്തിട്ട് അലക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അഭിനയിച്ചു. ശേഷം ഇരുട്ടിയിൽ കുറച്ച് ദിവസം പക്ഷെ എന്നാലിപ്പോ എനിക്ക് തോന്നുന്ന ഒരു പരിപാടി ഏകദേശം വീണ്ടും വട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഒക്കുമായിരിക്കും, ഇത്തവണ ഒക്കുമെന്ന് തോന്നണം. ഏകദേശം ഒരു ഫോമിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഞാനതൊരു ശരിക്കും ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഭാവനയുടെ അടുത്ത പടം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം തൊട്ടുപുറകെ വരും. എന്തായാലും ഈ മാസം പ്രേമലു 2 ആയിരിക്കില്ല. ദിലീഷ് പോത്തനും റോഷൻ മാത്യു ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. റോന്ത് തിയേറ്ററിലെത്താനിരിക്കുന്നു. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻഡെപ്ത് റോളുകളെന്ന് പറയാവുന്ന ക്യാരക്ടേഴ്സാണ്. ആദ്യം യോഹന്നാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാഹി ദിലീഷ് പോത്തൻ വഴിയാണ് സിനിമയിലേക്ക് കൂടുതൽ അടുക്കുന്നത്. തൊണ്ടി മുതലേ ഫസ്റ്റ് എ ഡി ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസ് സ്റ്റോറി പറയാനായിട്ട് ദിലീഷിനെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇതിൽ ഈ യോഹന്നാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പെട്ടെന്ന് പറയാൻ പറ്റുക? യോഹന്നാന് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു വിശ്വസിക്കുന്ന, എന്നാൽ വർഷങ്ങളായിട്ട് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തതിൻ്റെ തഴക്കവും പഴക്കവും വന്ന് ആളുകളോട് അങ്ങനെ ഡീൽ ചെയ്തപ്പം ഷാഹി ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്നോട് നറേറ്റ് ചെയ്യുമ്പം പറഞ്ഞൊരു പ്രത്യേകത, യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനൊരു സ്ഥിരം സ്വഭാവമില്ല എന്നാണ് പറയുന്നത്. അയാളുടെ വർക്ക് സ്പേസിൽ അയാൾ നമ്മൾ പതുക്കെ സിനിമയിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുള്ളൂ. ഇയാളിങ്ങനെ ഓരോ സീനിലും ഓരോ ആളെ പോലെ പെരുമാറേണ്ട ഒരു കഥാപാത്രമാണ് യോഹന്നാൻ എന്നാണ് ഷാഹിയുടെ ആദ്യത്തെ ഒരു നറേഷൻ. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണ്, അയാൾക്കറിഞ്ഞ് പെരുമാറുന്നത്. അപ്പോൾ ഇയാൾ ഓരോ ആൾക്കാരോട് പെരുമാറുന്ന 2-3 സീൻ കാണുമ്പോൾ ഇയാളുടെ സ്വഭാവത്തിൽ ഒരു ഫ്ലക്ച്വേഷൻ പോലെ ഫീൽ ചെയ്യണം എന്നാണ് ആ യോഹന്നാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഷാഹി തന്ന ആദ്യത്തെ നറേഷൻ. അപ്പോൾ അത് തന്നെയാണ് ആ ക്യാരക്ടറിൻ്റെ പരിപാടി എന്നുമാണ് എനിക്ക് തോന്നുന്നത്. ആ ക്യാരക്ടർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ യോഹന്നാൻ്റെ ഇൻഡെപ്തിലേക്ക് സിനിമ എത്തുന്നത് കുറച്ചും കൂടെ വൈകിട്ട് ആണ്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കഥാപാത്രത്തിന് വളരെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ദിൽനാഥ് എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിനെ റാഗ് ചെയ്യാനും ഇയാളെ ട്രിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അതാണ് ആ കോൺഫ്ലിക്റ്റ് തന്നെയാണ് സിനിമയെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ആ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സ്. മലയാളത്തിൽ മുൻപില്ലാത്ത വിധം ഒരു നൈറ്റ് പട്രോളിലൂടെയാണ് കഥ. എല്ലാവർക്കും എന്തെങ്കിലും ഒരു പോലീസ് അനുഭവം ഉണ്ടാവും, ഒരു രാത്രി അനുഭവം ഉണ്ടാവും. ഇവിടെ ഒരു നൈറ്റ് പട്രോളിലൂടെ പോകുന്നു. അതിൽ എനിക്ക് ദിലീഷ് പറഞ്ഞതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിയത് ഈ ദിൽനാഥിന് എനിക്ക് തോന്നുന്നത് ത്രൂ ഔട്ട് ആ ക്യാരക്ടറിന് സാഹചര്യങ്ങളും അല്ലെങ്കിൽ തിരിച്ചറിവുകളും മറ്റെവിടെ നിന്നും കിട്ടുന്ന ഒരു അറിവുകളൊക്കെ വെച്ചിട്ടാണ് ദിൽനാഥിനെ പിടികിട്ടുന്നത്. അപ്പോഴും ആദ്യം മുതലേ അയാൾ ആരാണ്, അയാളുടെ നീതിബോധം എന്താണെന്നൊക്കെ പിടികിട്ടും. ഇപ്പുറത്ത് നമുക്ക് ഈ പറഞ്ഞൊരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ പിടികിട്ടായിക യോഹന്നാനിലുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും സ്റ്റോറി ടെല്ലിങ്ങിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സിനിമയെ സമീപിക്കുന്നു, പലതരം ഫോമുകൾ സമീപിക്കുന്ന. ഈ സിനിമയുടെ കാര്യത്തിൽ എന്തായിരുന്നു റോഷന്റെ ഒരു ഹൈ? അത് അഭിനയിക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും ക്യാരക്ടറായി മാറുമ്പോഴും? എനിക്ക് ഇതിനകത്ത് സ്ട്രക്ചറലി ഒരു വെറൈറ്റി ഓഫ് ഇവന്റ്സ് ആണല്ലോ, ഒരു വെറൈറ്റി ഓഫ് ഇമോഷൻസ്. ഒരു കൺവെൻഷണൽ ഗ്രാഫിക് കൂടെ അല്ല ഇത് പോകുന്നത്. ഇവര് പെട്രോളിങ്ങിൽ ആയതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു ആന്തോളജിയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അതാണ് ഓരോ സീനിലെ ഇമോഷൻ ഡ്രൈവ് ചെയ്യുന്നത്.
അപ്പോ ഒരു സാധാരണ കഥയിലെന്ന പോലെ നമ്മൾ ഒരു സാധനം ബിൽഡ് ചെയ്ത് ആ നൂല് തന്നെ കൊണ്ടുപോകുന്നതല്ല. ഇത് പല പല ഏരിയയിൽ പല പല സാധനങ്ങൾ വന്നു പോകുന്നത് ജെംസിന്റെ പാക്കറ്റ് പോലെയാ. അപ്പൊ എനിക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അത് തൊട്ട് മുമ്പ് സംഭവിച്ചതുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ലാത്തൊരു സാധനം. അത്രയും ഡൈനാമിക് തന്നെയാണ് പോലീസുകാരുടെ ലൈഫും. അവര് പെട്രോളിങ്ങിനൊക്കെ രാത്രിയിൽ ഇറങ്ങുമ്പോഴും അല്ലാതെയും തന്നെ ഓരോ വിളി അനുസരിച്ച് മൂഡ് മാറുവാണല്ലോ. പിന്നെ ഇപ്പൊ മനുഷ്യട്ടൻ പറഞ്ഞ പോലെ ഈ 2 ക്യാരക്ടേഴ്സിനകത്ത് ദിൽനാദ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഈ പണി ചെയ്യാനും അതിനു വേണ്ടി ഈ ട്രെയിനിങ്ങിലൂടെയും പുസ്തകങ്ങളിലൂടെയും പഠിച്ചതെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എക്സ്പീരിയൻസസ് ഇല്ല. എക്സ്പീരിയൻസ് വെച്ച് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് വെച്ച് പുള്ളി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതില് ഒരു പർട്ടിക്കുലർലി ലോഡഡ് ദിവസമാണല്ലോ ഇത്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ദിവസം. ഇതിനകത്തുണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസ് നാളത്തെ ദിൽനാദ് വേറെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇയാളെ ഇമ്പാക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഓൺ ദ സർഫസ് ഈ പറയുന്ന പോലെ ഇവർ രണ്ടുപേരും നമ്മളൊരു ഈഗോ ക്ലാഷ്, ഇപ്പൊ ഈ ടീസറിലൊക്കെ കാണുമ്പോൾ ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് തോന്നുന്നത് ശരിക്കും അവിടെ ഒരു ഈഗോ ക്ലാഷ് ഇല്ല എന്നുള്ള ഒരു മനസ്സിലാക്കൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്നതൊക്കെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ദിലീഷിന്റെ കാര്യത്തില് ഈ പറഞ്ഞ നമ്മുടെ പാതിരാപ്പടം എന്നൊരു പടം ആദ്യ സിനിമയായിട്ട് എനിക്കൊന്ന് അത് പാതിരയിൽ നടക്കുന്നതാണോ നല്ല, എന്നാൽ ഒരു പാതിരാപ്പടം ഉണ്ടായിരുന്നു. ഇത് ശരിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു പാതിരാപ്പടമാണല്ലോ. ഷൂട്ടിന്റെ കാര്യത്തില്, അതിന്റെ കോൺസെപ്റ്റിന്റെ കാര്യത്തില്, ആലോചനയുടെ കാര്യത്തിൽ ഒരു റോന്താണല്ലോ. അങ്ങനെ ഒരു പാതിരാപ്പടമാണല്ലോ. ഒരു ത്രൂ ഔട്ട് ഒരു ഒറ്റ നൈറ്റിൽ നടക്കുന്ന സംഗതി, ഈ പറഞ്ഞ ചെയിൻ ഓഫ് ഇവന്റ്സ്. അതിലെനിക്ക് തോന്നുന്നത് ഇമോഷൻസ് പോലും ഓരോ തുടർച്ചയിൽ മാറും. ഓരോ ഇൻസിഡന്റിനെ എങ്ങനെയാണോ ഈ ക്യാരക്ടർ നേരിടുന്നത് അവിടെ ഇത് മാറി മറിയാണല്ലോ. ഒരു തരത്തിലും പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പെർഫോമൻസിന് അങ്ങനെ ഒരുപാട് ഗ്രാഫ് ഉള്ളൊരു സിനിമയായിരുന്നില്ല അങ്ങനെ. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പം പെർഫോമൻസിന് നേരത്തെ പറഞ്ഞല്ലോ ഷാഹി ഫീഡ് ചെയ്തതുപോലെ തന്നെ ഇപ്പം ഈ സീനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു സാധാരണ നമ്മളൊരു പടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സീൻ 2 സീൻ 3 സീനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ക്യാരക്ടറിൽ നിന്ന് പിടികിട്ടും. പിന്നെ ആ മീറ്റർ കിട്ടും. പിന്നെ നമുക്ക് ഈ കഥാപാത്രം ഏത് സാഹചര്യം വന്നാലും എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളൊരു ബോധം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവും. പക്ഷേ ഇത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവശ്യമാണെന്ന് തോന്നും ഈ ക്യാരക്ടറിനെ പോലെ തന്നെ. കാരണം ഒരു സീൻ കഴിഞ്ഞ് രണ്ടാമത്തെ സീൻ കഴിയുമ്പോൾ അയാളോട് ഇങ്ങനെ ഡീൽ ചെയ്യുമ്പം പോരാ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത 2 സീൻ പോലെ ആണെങ്കിൽ ഈ സീനിൽ ഇങ്ങനെയല്ല ശരിക്കും ഇയാൾ പെരുമാറേണ്ടതെന്ന് തോന്നുന്ന സാഹചര്യമാണ്. പക്ഷേ ഇയാൾ പെരുമാറുന്നത് വേറെ രീതിയിലാണ്. ഈ സീനിൽ ഇപ്പം ഈ നേരത്തെ ഈഗോയുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഇയാൾക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്തും ദിൽനാദിനോടൊരു ദേഷ്യം ഉള്ളതുപോലെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു മൂഡില്ല. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളോ അല്ലെങ്കിൽ കഥയിലുടനീളം സിനിമയിലുടനീളം ദിൽനാദിനെ തോൽപ്പിക്കാനോ അയാളെ അങ്ങനെയല്ല. ഇവർ ഒരുമിച്ച് തന്നെയാണ് ഇവരുടെ യാത്ര. ഇവർക്ക് ഒരുമിച്ച് ആ സപ്പോർട്ട് ആവശ്യമാണ്. 2 പേർ കൂടെ കൂടിയാലേ ഒരുമിച്ചത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. ആ ബോധത്തോടു കൂടിയൊക്കെ തന്നെയുള്ള യാത്രയാണ് ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ. പക്ഷേ ഓരോരോ ഇൻസിഡൻസിലും ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സീനിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ അതിനൊരു തുടർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ കുറച്ചും കൂടെ പക്വത അതെ കുറച്ച് ഹാപ്പനിങ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഈ സിനിമയും പോലീസുകാരുടെ ലൈഫും ഒക്കെ ഇങ്ങനെ അടുത്ത മിനിറ്റിൽ എന്താന്നുള്ള ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് നിൽക്കുന്നത്. കാരണം അടുത്ത് വരുന്ന ഇൻസിഡൻറ്റും നമുക്ക് ഇടപെടേണ്ട ആളുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് അത് എങ്ങോട്ടേക്ക് വേണേലും നമ്മളെ കൊണ്ടുപോകാന്നുള്ള അങ്ങനത്തെ പ്രവചിക്കാൻ പറ്റാത്ത ആ ഫ്ലോ ഉണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. ഈ തൊണ്ടുമുതലിന് ശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ആക്ടിങ് എന്ന് പറയുന്നത്, അഭിനയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഒന്ന് ശ്യാം പറഞ്ഞൊരു തമാശ, അത് മലയാളത്തിലെ സംവിധായകരുടെ ലുക്ക് ഉള്ളതുകൊണ്ട് നിനക്ക് ഡയറക്ടറാണെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറെ പറ്റിക്കാന്ന് പറഞ്ഞ പോലെ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ അഭിനയത്തിലേക്കുള്ള ഏക അട്രാക്ഷൻ ഒരു ദിവസം അഭിനയിച്ച 10,000 രൂപ അന്ന് കിട്ടും, അപ്പോൾ അഭിനയിക്കാം, പെട്ടെന്ന് പൈസ എന്നുള്ളത് സംഗതിയായിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം ഈ ജോസഫിലെ പീറ്ററിനെ കാണുന്ന സമയത്ത് ജോസഫ് ഏത് കാലത്ത് ചർച്ച ചെയ്യുമ്പോഴും ജോസഫിന് മീതെ ഒരു അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്കിൽ പീറ്റർ എടുത്തു നിൽക്കുന്ന സാധനം ഭയങ്കര സട്ടിലായിട്ടുള്ള അയാളെയാണ് ആ മൊത്തം മരണത്തിന്റെ സംശയത്തിലേക്ക് ആദ്യം വരുന്നത്. അവിടെ നിന്ന് ഈ പറഞ്ഞ മരണത്തിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങിൻ്റെ അടുത്ത് പുള്ളിയുടെ റിയാക്ഷൻസ് ഉണ്ട്, ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. അതിപ്പം ലാസ്റ്റ് റൈഫിൾ ക്ലബിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളൊരു KGF ഹീറോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ മൊമെന്റിന് കിട്ടുന്നൊരു കയ്യടിയായിരുന്നു പുള്ളി ഇങ്ങനെ തൂങ്ങി വന്നിട്ടുള്ള ഫയറിങ് സമയത്ത് വരുന്ന ഒരു സംഗതി. ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ദിലീഷ് പോത്തൻ എന്ന് പറയുമ്പോൾ എണ്ണം പറയാവുന്ന അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്യാവുന്ന റോളുകൾ വരുന്നു, ത്രൂ ഔട്ട് പെർഫോമൻസ് വരുന്നു. അതിനുശേഷമാണല്ലോ റോന്ത് വരുന്നത്. റോന്തിന്റെ കാര്യത്തിൽ ഞാൻ റോന്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് റോന്തിലെ ഇദ്ദേഹത്തിന്റെ ഇമോഷണൽ സീക്വൻസ് അതെന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ദിലീഷ് പോത്തനെ കാണാവുന്ന, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന നടൻ അതുവരെ ചെയ്തതിൽ നിന്നൊക്കെ മാറി ചെയ്തൊരു പെർഫോമൻസും
ക്യാരക്ടറുമായിട്ടുള്ള സാധനമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ആത്മവിശ്വാസ കുറവുള്ള ആളാണെന്ന് നേരത്തെ എനിക്കറിയാം. ഇപ്പൊ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈ സ്വയം അംഗീകരിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ഞാൻ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആക്ടർ എന്ന നിലയിൽ. ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ശ്രദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പണ്ടത്തെക്കാളും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻസിനേക്കാൾ എടുത്ത് പറയേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനീ പറഞ്ഞ പോലെ അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഒരു ദിവസം 10,000 രൂപ കിട്ടും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് എന്നെ അതിലേക്ക് ഇനീഷ്യൽ ഘട്ടത്തിൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ആണ് എനിക്ക് എന്നെക്കത്തെ തന്നെ തോന്നിപ്പിക്കുകയായിരുന്നു കുറച്ചും കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യണം എന്ന്. പിന്നെ ഞാനതിങ്ങനെ അഭിനയിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനത് ട്രിപ്പ് ചെയ്യാൻ തുടങ്ങി. ആ പ്രോസസ്സ് ഒരു ക്യാരക്ടറായിട്ട് മാറാനുള്ള അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത് പിന്നീടാണ് സത്യത്തിൽ. ഇപ്പം ഞാനതിനെ ഉറപ്പായിട്ടും വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഞാനതിനെ കുറച്ചും കൂടെ ഭാഗ്യമോ മറ്റുള്ളവർ നമ്മുടെ മേൽ കാണിക്കുന്ന വിശ്വാസമോ എന്നൊക്കെ ഞാൻ അതിനെ കാണുന്നുണ്ട്. കാരണം ഒരാൾ വിളിച്ചിട്ട് നമുക്കൊരു കഥാപാത്രം തരുമ്പോഴാണ് നമുക്ക് ഇപ്പം ഇമോഷണൽ സീൻ എന്ന് പറഞ്ഞാൽ ആ സീന് വ്യത്യസ്തതയുണ്ടെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടെങ്കിൽ പെർഫോമൻസും വ്യത്യസ്തമാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഞാനതിൽ ഫിലിം മേക്കറേയും റൈറ്ററേയും വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കിപ്പോൾ ഒരേപോലത്തെ കഥാപാത്രങ്ങളും ഒരേപോലത്തെ സിറ്റുവേഷൻസ് തന്നു കഴിഞ്ഞാൽ അഭിനയം അങ്ങനെ ഒരേ സ്വഭാവത്തിലേക്ക് നമ്മൾ വീഴപ്പെടും. അപ്പം നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തരാൻ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് തയ്യാറാവുന്നതിലാണ് എനിക്ക് ആ റെസ്പെക്റ്റാണുള്ളത്. അപ്പോൾ അതിനോടുള്ള ഡെഡിക്കേഷനാണ് ഞാൻ കുറച്ചും കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, കുറച്ചും കൂടെ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇനിയും അതിനെ അങ്ങനെ തന്നെ കാണുന്നത് പ്രൊഫഷണലി. എനിക്ക് രണ്ടാളോടും ചോദിക്കാനുള്ള റോഷനിൽ തുടങ്ങാന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മളെപ്പോഴും പറയുന്നു, അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, രണ്ടുപേരും തിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയ്ക്ക് പുറത്ത് ഡ്രാമയുടെ ഒക്കെ പശ്ചാത്തലത്തിലേക്കാണ് ഈ പറയുന്ന പൊതുവേ ഈ മെയിൽ ആക്ടേഴ്സിന്റെ കരച്ചിൽ എല്ലാ കാലത്തും ഈ പറയുന്ന സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് വേറെ തരത്തിൽ. ഇപ്പം അത് മമ്മൂക്കയുടെ കരച്ചിലാണെന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഈ കരച്ചിലിന്റെ മൊമെന്റ്സ് ഉണ്ട്, അത് അത്രയും റിലേറ്റബിൾ ആവുന്നതുകൊണ്ടുകൂടിയാണ്. ഈ പറയുന്ന കരച്ചിൽ തന്നെ ക്യാരക്ടർ അനുസരിച്ച് മാറുമല്ലോ. ഈ സംഗതിയിൽ ഇതിൽ ഉലഞ്ഞു പോയിരിക്കുന്ന ഒരാളാണ് ദിൻനാഥ്. ഈ രണ്ടുപേർക്കും അത്തരം മൊമെന്റ്സ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഈ ഒരു ആക്ടറിന്റെ കരച്ചിൽ മൊമെന്റ് എന്ന് പറയുന്ന സാധനം, ഒരു പൊട്ടിക്കരിയ അല്ലെങ്കിൽ ഉള്ളിൽ തട്ടിക്കരിയ എന്ന് പറയുന്ന സാധനം അത് ഞാൻ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു തയ്യാറെടുപ്പ് പൊതുവെ എന്താ കാരണം വെച്ചാൽ റോഷന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ റോഷൻ ഒരു റോന്ത് പാരലി നടത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് മുമ്പ് ഒരു പട്രോളിംഗ് ശ്രമമൊക്കെ നടത്തിയിട്ടാണല്ലോ സിനിമയുടെ കാര്യത്തിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ വന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ആക്ച്വലി ഷാഹിയായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പോയിന്റിൽ ആ ഒരു പോയിന്റിലേക്ക് ആ ക്യാരക്ടർ എത്തുമ്പോൾ ഫുള്ളി ലോസ്റ്റ് ആണ് എന്നുള്ളത് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഇറങ്ങുക എന്നുള്ളത് നടക്കൂല എന്നുള്ളത് ഈ ക്യാരക്ടറിനും അറിയാം. ഇത് എത്രത്തോളം സ്പോയിലായി പോകുന്നുള്ള ടെൻഷനുണ്ട് പറയുമ്പോൾ. പക്ഷെ ഫുള്ളി ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നെ ഇത് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു പവർ ഉണ്ടാവും എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിച്ചിട്ട് കെഞ്ചുകയാണ് ആ സിറ്റുവേഷനിൽ. അതുപോലും പോസിബിൾ അല്ല, അതുപോലും റിയൽ അല്ല എന്ന് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ എന്തൊക്കെയോ പേടിയുണ്ട് അതിനകത്ത്, ഭയങ്കരമായ ഹെൽപ്ലെസ്നെസ് ഉണ്ട്, വിഷമമുണ്ട്. ഇതെല്ലാം കൂടെ എല്ലാത്തിന്റെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് മാറുക. തുടങ്ങുമ്പോൾ അത് ചെറിയൊരു യാചനയുടെ ഒരു ചെറിയ കരച്ചിൽ മാത്രമായിട്ടാണെങ്കിലും അത് പിന്നെ എല്ലാം അതിലേക്ക് വന്ന് ഈ സാധനം എംപവറായി സ്ട്രോങ് ആയി പോകും. അപ്പൊ നമ്മളിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയത്തും അത് ആദ്യം തുടങ്ങിയത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആദ്യം ഷാഹി ഞങ്ങളെല്ലാരെയും ആ സീനിലുള്ള ആൾക്കാരെല്ലാരെയും ആ റൂമിലേക്ക് വിളിച്ചിട്ട് ഷാഹി ഒരു മൂലയ്ക്ക് മാറിയിരുന്നു, ചുമ്മാ ഒന്ന് നൈസായിട്ട് വെറുതെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അന്ന് ക്യാമറ മനുഷ്യനൊന്നും അങ്ങോട്ടോട്ട് കയറിയിട്ടില്ല. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഷാഹിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, നമുക്ക് അങ്ങനെ റിഹേഴ്സ് ചെയ്യണ്ട, നമുക്ക് പോവാം, നമുക്ക് ടേക്ക് ആയിട്ട് പോയി നോക്കാം. നല്ല റിഹേഴ്സലായിട്ടേ കാണണ്ട, ജസ്റ്റ് ഒന്ന് എന്താണ് ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ തന്നെ ഇതെല്ലാം വർക്കായി തുടങ്ങിയായിരുന്നു. അതായത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊക്കെ ഉണ്ട്, പിന്നെ ബാക്കി മനസ്സിലുള്ള സാധനം മൊത്തം ഈ പറയുന്ന മൊമെന്റിലേക്കോ ഈ ഡയലോഗിലേക്കോ ഒക്കെ കയറും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച ആ ഒരു പോയിന്റിൽ ആ ഫ്ലോയുടെ കൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ ചെയ്തിട്ടുള്ള വേറൊരു ക്യാരക്ടറിലും നിന്ന് കരഞ്ഞപ്പോ ഉണ്ടായ നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഷോട്ടിൽ ചെറിയ കണ്ണ് നനയേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കരച്ചിൽ വേണമെന്ന് പറയുമ്പോൾ ടെക്നിക്കലായിട്ടും ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. അങ്ങനൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്.
ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എനിക്ക് ആ സീൻ കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള 1-2 ദിവസം ഷാഹിനെ കോൺസ്റ്റന്റ് ആയിട്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്, അത് ഓക്കെ ആയിരുന്നു ഷാഹി, എനിക്ക് നമ്മളത് ടെക്നിക്കൽ പരിപാടി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ജഡ്ജ്മെന്റ് പോവാ. ഞാൻ മോണിറ്റർ നോക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ അത് ഈ തിയേറ്റർ വന്നു കഴിയുമ്പോൾ അറിയാം അവിടെ നിൽക്കുന്നു. നിരീക്ഷണത്തിൽ ഇതുണ്ടാവുമല്ലോ, ഈ ഒരു കരച്ചിൽ. കാരണം വെച്ചാൽ ഇത് പെർഫോം ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഒക്കെ അടുത്ത സീൻ കരയണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഈ പറയുന്ന തൊണ്ടി മുതലാണെങ്കിലും മഹേഷിലാണെങ്കിലും ജോജിലാണെങ്കിലും മൾട്ടിപ്പിൾ ആക്ടേഴ്സിന് ഇത് പെർഫോം ചെയ്യിപ്പിച്ച ആൾ കൂടിയാണ്. പക്ഷെ സ്വന്തമായിട്ട് ഒരു സ്വന്തം ക്യാരക്ടറിന്റെ ഒരു കരച്ചിൽ, അത് ഈ തൊട്ട് മുമ്പ് ചെയ്തൊരു പടത്തിന്റെ അല്ലെങ്കിൽ ഈ റൈഫിൾ ക്ലബിലെ പോലത്തെ ഒരു ക്യാരക്ടറിന്റെ ആയിരിക്കില്ലല്ലോ ഇതിൽ ചെയ്യുന്നത്. ഇതിൽ യോഹന്നാന്റെ ഷൂവിൽ നിന്നിട്ട് യോഹന്നാൻ എങ്ങനെയാണ്, അയാളൊരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ കൂടിയായിട്ടാണെന്നുള്ളത്. അത്തരം സീൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ? കരച്ചിൽ നിന്ന് മൊത്തത്തിൽ കരയുക എന്നതിനെ ഞാൻ വിളിക്കുന്നില്ല. ഇമോഷണലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആകുന്ന പോയിന്റുകൾ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ലൈഫിൽ ഞാനതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പൊട്ടിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാനാവാതെ എൻ്റെ ഇമോഷൻ പുറത്തേക്ക് അങ്ങനെ ഡൗൺ ഇമോഷൻ പുറത്തേക്ക് വന്നിട്ടുള്ള സാഹചര്യങ്ങളെ ഞാൻ എപ്പോഴും റീകോൾ ചെയ്യാറുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അത്തരം മുഹൂർത്തങ്ങളെ ഒരു പക്ഷേ ഞാൻ ചിലപ്പം ജീവിതത്തിൽ ഇനിയും ഞാൻ അങ്ങനെ പൊട്ടാൻ സാധ്യതയുള്ളൊരു മൊമെൻറ്റിനെ ഇമാജിൻ ചെയ്ത് വരെ ഞാൻ ആ പെർഫോം ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ മൂഡിനെ ഞാൻ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ പ്രോസസ്സിനെ ഞാൻ ഉപയോഗിക്കാറുണ്ട് പേഴ്സണലി. കാരണം ഇമോഷണൽ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചിലപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചാൽ ഞാൻ ഇമോഷണലായി പോയേക്കാം എന്ന് കരുതി അങ്ങനെയൊരു ഭാര്യ സംഭവിച്ചിട്ട് അതിനെ നേരിട്ട് നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഞാനെന്ന് സ്വയം വിശ്വസിച്ച് മെൻ്റലി ഞാൻ ആ ഇമോഷനിലേക്ക് സ്വയം വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനപ്പുറത്ത് അവിടെ നിന്നിട്ട് പക്ഷേ യോഹന്നാൻ്റെ പുറത്തേക്ക് ഇത് പോകാനും പാടില്ല. ഞാനിപ്പോൾ ഈ സിനിമയിൽ പെർഫോം ചെയ്യുമ്പോൾ യോഹന്നാൻ്റെ പുറത്തേക്ക്. ഇപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ ദിലീഷിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദിലീഷിനെ ഇപ്പം ഞാൻ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വ്യക്തി അത്രയും കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ അത്ര തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ്. പക്ഷേ യോഹന്നാൻ അത്ര തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളല്ല. അയാൾ അവസാന നിമിഷം വരെ അതിൽ പിടിച്ചു നിൽക്കാനും അയാൾ പൊളിയാൻ പോകുമെന്ന് അറിയുമ്പോഴും അയാൾ എന്തെങ്കിലും ഒരു സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ആ ഗ്രിപ്പിലേക്കാണ് അയാൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്കോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ഒരു കാരണവശാലും അങ്ങനെ പൊട്ടിപ്പോകാൻ അനുവദിക്കാതെ അതിനെ സ്വയം നിയന്ത്രിക്കുന്നു. പക്ഷേ ഉള്ളിൽ നിന്നത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇമോഷണൽ പോയിന്റിൽ വരുമ്പം യോഹന്നാൻ ഉള്ളതെന്നാണ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ചില എക്സ്പീരിയൻസുകളെ അല്ലെങ്കിൽ എൻ്റെ ചില പേഴ്സണൽ സാധ്യതകളെയും കൂടെ ക്ലബ് ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റിലായിരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ആ ക്യാരക്ടറിൽ നിൽക്കുന്നോ ഇല്ലയോ എന്ന് പടം കാണുമ്പം ഒരു പ്രീവിയസ് ഇമോഷണൽ പോയിന്റിനെ ഞാൻ ഹാൻഡിൽ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തനാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാരക്ടറിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയാം. അത് പറ്റിയില്ലെങ്കിൽ ഞാൻ ക്യാരക്ടറിൽ പൂർണ്ണമായിട്ട് നിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങനെയാണെന്നുള്ള പടം വരുമ്പോൾ മോണിറ്റർ അങ്ങനെ ഒരു പോസ്റ്റ് ഇത് ഓക്കെ ഷൂട്ടിന് ശേഷം അങ്ങനെ പോയി നോക്കുമൊന്നും ഇല്ല. ഞാൻ പൊതുവെ നോക്കാറില്ല. ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രമേ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കാരണം എനിക്കത് കോൺഫിഡൻസ് കുറയ്ക്കുന്ന ആളാണ്. ഇപ്പം എനിക്കിങ്ങനെ ഇത് പറയാം, ഞാൻ അഭിനയിക്കുന്നത് ഞാൻ കാണുമ്പോൾ അതിനകത്ത് കള്ളത്തരം പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് രീതികളും കൂടി നമ്മൾ ആലോചിക്കും ആ സംഭവിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു റീടേക്ക് പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ അടുത്തൊരു ടേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ച നമ്മളെ ബാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പോയി മോണിറ്ററിൽ പോകുന്ന ഈ കാഴ്ച അറിയാതെ തന്നെ ഞാൻ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ, ഇപ്പം അത് നല്ലതാണെന്ന് തോന്നിയാൽ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അറിയാതെ വരും. അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസിനെ ബാധിക്കുമെന്നാണ് സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് വന്നതാണ്. അത് വീണ്ടും അത് വരുത്താൻ ശ്രമിക്കുന്നത് അറിയാതെ സംഭവിച്ചു പോയേക്കാം. പിന്നെ ചിലപ്പോൾ അത് മോശമാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിച്ചേക്കാം. അത് തന്നെയല്ല, മോശമാണെങ്കിൽ അത് വരാതിരിക്കണം എന്നുള്ളതും ടേക്കിന്റെ സമയത്ത് ആലോചിക്കുന്നത് തെറ്റാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഒരു ഡയറക്ടർ ഉണ്ട്, അയാളെ വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളതാണ്. റോഷൻ എങ്ങനെ റോഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഇപ്പൊ ഭയങ്കര ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അത്തരം സീനിന് ശേഷം അങ്ങനെ ഒരു സെൽഫ് വാല്യുവേഷൻ കൂടി നടത്തുന്ന ആളാണ്. എന്താ മോണിറ്റർ പോയി കഴിഞ്ഞിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ടിരുന്നിട്ട് ആലോചിക്കും. ഇപ്പൊ ആ ക്യാരക്ടറിന് അതൊരു കീ സീൻ ആയിരുന്നെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മള് പുതിയതായിട്ട് ഇപ്പം ചെയ്തു തുടങ്ങിയിട്ട് ഇത്രയും വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ തരുന്ന പല സീനുകളും
പല ഷൂട്ടിംഗ് ദിവസങ്ങളും ഉണ്ട്. അങ്ങനത്തെ ദിവസങ്ങൾക്ക് നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റ് ഫുള്ളി ഓഫ് ആണ്. ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സാധനം തിരിച്ച് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത് പാളിയോ പൊടിക്കുന്നൊരു സംശയം, പിന്നെ അതിങ്ങനെ ഗ്രോ ചെയ്യും. ഈ ആലോചനകളെല്ലാം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് എന്നെ നല്ലോണം അറിയാവുന്നതുകൊണ്ടും കൂടെയാണ് ഞാൻ മോണിറ്ററിലേക്ക് നോക്കാത്തത്. ആ സമയത്ത് ശരിക്കും ഏതൊരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പടം തുടങ്ങുന്ന ദിവസം എന്റെ ആകെയുള്ള പ്രാർത്ഥന ഫസ്റ്റ് ഡേ എനിക്ക് ആ ഡയറക്ടറിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഉള്ള എന്തെങ്കിലുമൊക്കെ സയൻസ് കാണിച്ചു തരൂ എന്നുള്ളതാണ്. എനിക്ക് ഈ പടത്തിന്റെ ഷൂട്ട് അവസാനിക്കുന്നത് വരെ എനിക്ക് ആ മോണിറ്ററിന്റെ പുറകിൽ പോയിട്ട് എന്റെ ഒരു ഷോട്ട്, അല്ലെ സ്പോട്ട് എഡിറ്ററുടെ അടുത്ത് പോയിട്ട് എന്റെ ഒരു ഷോട്ട് തരൂ എന്ന് പറയേണ്ട വരാതിരിക്കണേ എന്നുള്ളതാണ് ഏത് സിനിമ തുടങ്ങുമ്പോഴും ഉള്ളത്. പിന്നെ ബാക്കി നമ്മൾ പോയിരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും കുറെ കാട് കയറി ചിന്തിക്കും. നമ്മുടെ ജഡ്ജ്മെന്റുകളൊക്കെ ഭയങ്കര ഓഫായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സീൻ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഷാഹിനെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഷാഹി അത് ഡിസ്മിസ് ചെയ്യാണ് ചെയ്യുന്നത്. ഷാഹിക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാന്ന് തന്നെയാണ് തീരുമാനം. അപ്പൊ ആ തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അല്ലാതെ ഒരു ആക്ടറുടെ ബ്രെയിനിൽ ഇതിങ്ങനെ കിടന്ന് കളിച്ച് പല പല എക്സ്ട്രീമുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സെക്കൻഡ് നേരങ്ങളുണ്ട്. ഞാനിപ്പം ചിലപ്പോൾ ഷോട്ട് കട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പൊതുവേ ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഓക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് സെക്കൻഡ് നേരം നല്ലൊരു സീനാണെങ്കിൽ, നല്ല ഉഗ്രനൊരു മൊമെൻ്റാണ് പെർഫോം ചെയ്യേണ്ടത്. നമ്മളത് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ചുറ്റുപാടിലേക്ക് നോക്കാറുണ്ട്. അപ്പം തന്നെ നമുക്കൊരു വൈബ് കിട്ടുമെന്നാണ് എനിക്ക്. അത് ഇപ്പം ചിലപ്പോൾ അത് യൂണിറ്റി വർക്ക് ചെയ്യുന്ന ചേട്ടനായിരിക്കും, യൂണിറ്റി നിൽക്കുന്ന ചേട്ടനായിരിക്കും. അവർ ചിലപ്പോൾ ഒന്ന് കട്ട് ഓഫ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവർ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് വേറെ എവിടെയോ ഒന്ന് ആയി കിടക്കണം. അവരിങ്ങനെ പതുക്കെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതാണ് ഒരു നമുക്ക് മറ്റേ ഈ മോണിറ്ററിന് പകരം നോക്കി നിൽക്കുന്ന ആള് എങ്ങനെ ആ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് അതിനെ എങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ട്, അയാളുടെ കോൺസെൻട്രേഷൻ എനിക്കിപ്പോൾ ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പം ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ ഇപ്പൊ യോഹന്നാന്റെ കാര്യം പറഞ്ഞപ്പോ, യോഹന്നാന്റെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ ഓരോ കാര്യങ്ങളെയും അദ്ദേഹം അപ്രോച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ളത്. ഇപ്പം ഇതിലിപ്പം അതിലൊരു വോക്കി ടോക്കി പിടിക്കുന്ന രീതിയാണെങ്കിലും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഇവരൊരു ഹാപ്പനിങ്ങിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് ഒരു കൗതുകമുണ്ട്. അതായത് ഇതെന്താണ് ഇപ്പം ഒരു പ്രധാനപ്പെട്ട, ഞാൻ സ്പോയിലറായി പറയുന്നില്ല, എന്നാൽ പോലും റോഷൻ പോയിട്ട് അതെന്താണ് അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് യോഹന്നാൻ അറിയാം. പക്ഷെ എന്നാലും പുള്ളി പോയി ചാടിയേക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ എന്നുള്ള എന്നാൽ ഇതൊരു റാഗിങ്ങോ ബുള്ളിങ്ങോ അല്ല, എന്നാൽ പോലും അത് അയാൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വെച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതൊരു ആക്ടറുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലും ബോഡി ലാംഗ്വേജിലും ഇപ്പൊ ഒരു വോക്കി ടോക്കി പിടിക്കുന്ന രീതിയിൽ അത്ര എക്സ്പീരിയൻസ് ആയ പോലീസുകാരനായിട്ട് തോന്നണം. ഇതെങ്ങനെയാണ് അത്തരം സാധനങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ, ഇത് അത്ര മോസ്റ്റ് കൺവിൻസിങ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്ന സംഗതി ഒരു ആക്ടർ സാധിച്ചെടുക്കുന്നത് എങ്ങനെ? ഇങ്ങനെ പറയുമ്പോൾ നമുക്കിതൊരു അപ്രീസിയേഷൻ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ശ്രമിക്കുക, അത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പെർഫോം ചെയ്യുന്ന ഓരോ സീനിലും ആ കഥാപാത്രത്തിലേക്ക് വരിക എന്നുള്ളത്. ആ കഥാപാത്രത്തിലേക്ക് വരുമ്പം അയാളുടെ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട്, യോഹന്നാൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അയാളൊരു കസേരയിൽ ഇരിക്കുമ്പം അയാളുടെ വീട്ടിലെ സീൻ അയാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ശോഭയിൽ വന്നിട്ട് ഇരുന്നിട്ട് അപ്പം എനിക്കൊരു തൃപ്തി കിട്ടണം. ഞാനിങ്ങനെ വന്നിട്ട് അധികം പെട്ടെന്ന് എനിക്ക് വലിയ സമയം കിട്ടിയില്ല എനിക്ക്. അപ്പം ഞാനിങ്ങനെ മാക്സിമം അതിൽ തന്നെ ഒന്ന് എനിക്കൊരു ഇരുന്ന് പരിചയമുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് അതിനെ ഒന്ന് മാറ്റാൻ, അതിലൊന്ന് ഞാൻ കൈ എവിടെയായിരിക്കും വെക്കാൻ സാധ്യത, എങ്ങനെയായിരിക്കും, അങ്ങനെ ഓരോ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്നതിലും ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴാണ് അത് സാധിക്കുന്നതെന്നാണ്. നമ്മളെപ്പോഴും അതിന് ശ്രമിക്കാറുണ്ട്. അപ്പം അത് എന്തായാലും റോന്തിലത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പക്ഷേ അതുപോലെ തന്നെ അതിനൊരു കൃത്യത തരാൻ ഡയറക്ടർക്ക് പറ്റണം അല്ലെങ്കിൽ അവർക്കത് പറ്റണം. ഈ കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെക്കാളും കൂടുതലായിട്ട് ഇപ്പം ഈ യോഹന്നാൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഷാഹിക്കാണ് ആ കഥാപാത്രത്തെ കൂടുതൽ അറിയാവുന്നത്, എൻ്റെ ഡയറക്ടർക്ക്. അപ്പം അത് ഫീഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതും ചിലപ്പം ഷാഹിയുടെ പോലീസ് എക്സ്പീരിയൻസുകൾ ഭയങ്കര ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും അത്ര ആധികാരികമായി സംശയം ചോദിക്കാമെന്ന്. ഞാനിപ്പോൾ തൊണ്ടി മുതൽ ആ സംശയം ഷാഹിയോടെ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ഷാഹിയോട് തന്നെ നമുക്കത് ചോദിക്കാൻ പറ്റുന്നു. ഇപ്പം നിതീഷ് ആയാലും അല്ലെങ്കിൽ ഷാജി മാറാട് അങ്ങനെയുള്ള പലരും പോലീസുകാരങ്ങനെ ഷാഹിയുടെ ടീമിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വയം അപ്ഡേറ്റ് ചെയ്യാനും. പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഒരു സെറ്റിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ടൈമിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു റോന്തിന്റെ സെറ്റിൽ പോലീസ് കഥകൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഷോട്ടിന്റെ ഗ്യാപ്പിലല്ല, പട്രോളിങ്ങിന് 2-3 പോലീസുകാർ ഒന്നിച്ച് നിർത്തിയ പോലെ തന്നെയാണ് ഇവരുമായിട്ട് ഇങ്ങനെ അവിടെ എങ്ങനെ ഒരു സ്റ്റേഷൻ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അങ്ങനെ ഒരു പ്രതിനെ കിട്ടി, അപ്പോൾ അയാളെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ കഥകൾക്കകത്തൊക്കെയാണ് അത് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇടയ്ക്ക് ഒരു 2 ദിവസം നമുക്ക് എന്തോ ഗ്യാപ്പ് കിട്ടി, എന്തോ ഓണോ
ക്രിസ്മസ് ഓണത്തിന്റെ ഒരു ഗ്യാപ്പ് ഓണമായിരുന്നു 2 ദിവസം ഗ്യാപ്പ് കിട്ടി. അപ്പം ഞാൻ ഏകദേശം 10-30 ദിവസം അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 10-30 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ എന്താണ് ഒരു ഗ്യാപ്പ് കിട്ടി 2 ദിവസം. അപ്പം ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് തിരിച്ചിങ്ങനെ പോകും. അപ്പോൾ പോണ വഴിക്ക് പെട്ടെന്നൊരു പോലീസ് ജീപ്പ് കണ്ടപ്പോൾ നമ്മുടെ എന്തോ സാധനം അവിടെ കിടക്കുക. ഇത്രയും ദിവസം അതിനകത്ത് ചിലവഴിച്ചിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന പോലെയാണ് എനിക്കൊരു പോലീസ് ജീപ്പ് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നത് എടുത്തുകൊണ്ട് നമ്മുടെ വണ്ടി എന്തോ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന പോലെ. ഞാൻ പറയാം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ റോഷൻ ശരിക്കും അങ്ങനെ ഒരു എന്താ ഒരു നൈറ്റ് പട്രോളിംഗ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് കൂടി ഈ സിനിമയ്ക്ക് മുമ്പേ ഒരു പെട്രോളിംഗ് പരിപാടിയിൽ ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്ന് പോയി കുറച്ച് സമയം, ഒരു രാത്രി മുഴുവൻ പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിന് എനിക്കത് ഇതിനു മുമ്പ് ഒരു പോലീസ് ജീപ്പിൽ അങ്ങനെ അധികം കയറിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു പേടിയാണല്ലോ ബേസിക്കലി. ആദ്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലീസ് ജീപ്പിൽ കയറേണ്ടി വരികയെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ക്രൈസിസ്, ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചു എന്നുള്ളതുമായിട്ടാണ്. അപ്പൊ ഇതൊന്നും മാറി ഈ ജീപ്പിനകത്തെ മൂടുന്ന് കിട്ടുന്നു. ഇവരിതിനകത്തുനിന്ന് പുറത്തേക്ക് കാണുമ്പോഴത്തേക്കിനും ഇവര് കാണുന്ന വേൾഡ് എന്താ, അതിനകത്തെ കോൺവെർസേഷൻസ്, ഇതിൽ വെറുതെ ഉള്ള സമയമുണ്ടല്ലോ, വെറുതെ ഉള്ള യാത്രകള്, അതൊക്കെ എന്താണ്. പിന്നെ ഞാൻ ഇതിനകത്ത് പോലീസ് ഡ്രൈവറാണ് ദിനാഥിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ആ ഡ്രൈവറെ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ആംഗിളിലായിട്ടായിരുന്നു പുള്ളി വെറുതെ ഇരിക്കുന്ന സമയത്ത്. പുള്ളി ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും രാത്രി 10 മണിക്കൂർ പുള്ളി വണ്ടി ഓടിക്കുന്നതാണ്. അപ്പൊ ആ സീറ്റിൽ എന്താ ചെയ്തിട്ടുള്ളത്, എന്ത് കുഷനിങ് ആണ് വെച്ചിട്ടുള്ളത്, വണ്ടി വെറുതെ ഇരിക്കുമ്പോഴത്തേക്കിനുള്ള ഇരിപ്പൊക്കെ എങ്ങനെയാണ്, ഫാനുകൾ പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ രാത്രി ഒരു പോലീസ് ജീപ്പിൽ കയറിയിട്ടുള്ള യാത്ര എന്നുള്ളതായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെന്റുകളും ഒക്കെ അന്ന് രാത്രി കിട്ടി. അന്ന് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും പറഞ്ഞു എന്തായാലും വന്ന ദിവസം കൊള്ളാം, കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു ഞാൻ ഇപ്പൊ നമ്മള് ചിലപ്പോ ബുക്കൊക്കെ എടുക്കുന്ന കാര്യത്തിലൊക്കെ റോഷൻ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അവരിത് എങ്ങനെയാ കേട്ടോ മടക്കി വെച്ച് ഇത് അങ്ങോട്ടേക്ക് അതിനകത്തോട്ട് പേന അതിനകത്ത് തന്നെ അങ്ങനെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇതിന്റെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയായിരിക്കും നമ്മൾ ചോദിച്ചാ പറഞ്ഞു തരിക. ആക്ച്വലി അതെ അതെ, സിനിമയ്ക്കായിട്ടെന്ന് പറയുമ്പോ ഇതെവിടെയോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അറിയാതെ വന്നു. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ട് യൂണിഫോം എങ്ങനെ, ഏറ്റവും കറക്റ്റ് ആയിട്ട് സല്യൂട്ട് എങ്ങനെ. എന്നാൽ ഇതിനകത്തൊരു ഭയങ്കര ഹ്യൂമൻ ആംഗിൾ ഉണ്ടല്ലോ. ഇവരെല്ലാരും ഓവർ വർക്ക്ഡ് ആണ്. ഇവർ ഇത്രയും മണിക്കൂറുകൾ പണിയെടുത്തു കഴിഞ്ഞ് വെളുപ്പിന് 4:15 അടിക്കുന്ന സല്യൂട്ടും രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കുന്ന സല്യൂട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് അടിക്കുന്ന സല്യൂട്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ പോയി നിന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി എല്ലാം കിട്ടും. ഇൻഫാക്ട് അന്ന് ഞാൻ പെട്രോളിങ്ങിന് പോയ ദിവസം തന്നെ ആദ്യം ഞാൻ ആ വണ്ടി കയറുമ്പോ അവിടെ വന്ന SI സാറിന് എന്നെ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് കുറെ റൗണ്ട് ഇങ്ങനെ ഓടി, ഭയങ്കര ചിൽ മൂടായിരുന്നു വണ്ടിക്കകത്ത്. അത് കഴിഞ്ഞ് വണ്ടി ചെക്കിങ്ങിനായിട്ട് നിർത്തിയപ്പോഴത്തേക്കിന് ഇത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയായിരുന്നു. ഞാൻ ഏത് സ്റ്റേഷനായിരുന്നു, ഏത് SI ആയിരുന്നു ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ കുറെ ബൈക്കേഴ്സ് പിള്ളേരുണ്ട്. ഇവരെല്ലാരും വണ്ടി ചെക്കിങ് നിർത്തി കഴിഞ്ഞ് ബ്രോ ഹായ് എന്നൊക്കെ പറഞ്ഞു 1-2 പേര് സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും SI സാറിന് മനസ്സിലായി. അപ്പൊ ഞാൻ സിനിമ കുറച്ച് 1-2 പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇതിനകത്തുള്ള മൂഡ് മാറി. പിന്നെ കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇരിപ്പും ബോഡി ലാംഗ്വേജും ഒക്കെ കുറച്ചും കൂടെ സെറ്റായി. അപ്പൊ ഇത് നമ്മൾ എത്ര ഇൻവിസിബിൾ ആയിട്ട് പോകുന്നു അത്ര നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സിനിമ ചെയ്യാൻ പോവാ, അതിനായിട്ട് ഇതൊന്നും നോക്കാൻ വന്നാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. എനിക്കൊന്നും തൊണ്ടിമുതലിലും വരുന്ന വ്യത്യാസം അതാണ്. അല്ല, ഞാൻ തൊണ്ടിമുതലിന് വേണ്ടി ഇപ്പൊ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ടുണ്ട്. ഞാനിപ്പോ നമ്മൾ ഒരു ദിവസമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വെറുതെ വിസിറ്റേഴ്സിന്റെ ആ ഏരിയയിൽ അവിടെ എവിടെയെങ്കിലും നിൽക്കുക, അവിടെ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ നോക്കി കാണുകയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം ഈ നമ്മൾ ചെല്ലുന്ന ഒരു സമയത്ത് ഒരു കുറച്ച് നേരത്തേക്ക് അവിടെയുള്ള ഒരു പെരുമാറുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അങ്ങ് മറക്കൂല്ലോ. അതങ്ങ് കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു ഇഷ്യൂ വന്ന് അവരുടെ റൊട്ടീനിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്വഭാവം ഇങ്ങനെ പുറത്തോട്ട് വരുന്നെങ്കിലും കാണാൻ പറ്റും. ഇതൊരു സർക്കാർ ഓഫീസ് ആണല്ലോ, അതിലേക്ക് വരണം, അത് കുറച്ച് സമയം എടുക്കും. അതൊരു സർക്കാർ ഓഫീസിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ഈ റോന്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, റോന്തില് എനിക്ക് യോഹന്നാന്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റിൽ പെരുമാറുന്ന രീതിയിൽ അവിടെ ഞാൻ പറഞ്ഞ ഒരു പെർഫോമൻസിന്റെ ഒരു കൂടുതൽ ഒരു ഗ്രാഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ അല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള ഇമോഷണൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അതായത് നേരത്തെ ആണെങ്കിൽ നമ്മൾ ഏതാണ്ടൊക്കെ പിടികിട്ടുന്ന രീതിയിലായിരിക്കുമല്ലോ പെർഫോം ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ ആ മീറ്ററിനെ കുറച്ചങ്ങോട്ട് ടീക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇത് അല്ലാത്ത രീതി ഇപ്പൊ ഞാൻ പറഞ്ഞ 1-2 അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയാതെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റിലൊക്കെ ഒരേപോലെ അല്ല അദ്ദേഹം ബിഹേവ് ചെയ്യുന്നതും, ഒരേ ഇമോഷണൽ റിയാക്ഷൻ അല്ല, പലതരത്തിലുള്ള ഒരു സംഗതിയാണ്. നല്ലൊരു ശതമാനം വണ്ടിക്കകത്താണ്. ശരിക്കും ഒരു പെർഫോമർക്ക് ഒരു ലിമിറ്റഡ് സ്പേസ് ആണിത്.
പിന്നെ ഉള്ളത് ഈ പറയുന്ന വലിയ ആക്ഷൻ സീക്വൻസ് ആണ്. ആക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഡ്രിവൺ ആയിട്ടുള്ള സീക്വൻസ് ആണ്. അതെങ്ങനെയാണ് ഈ പറയുന്ന ഈ ഞാൻ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്? അപ്പം കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം പല ഏജിലുള്ളവരാണ്. അതെ. ഇപ്പം പല ഏജിലുള്ളവരാണ്. അവർ നമ്മളെ പോലീസിനെ സമീപിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നിട്ടാണ്. അത് 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്, 10-17 വയസ്സുള്ള പിള്ളേരെ പിടിക്കുന്ന ഉണ്ട്. സീക്വൻസ് ഉണ്ട്, പിന്നെ ചെറിയ 4 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള വയസ്സുള്ള. കുട്ടിയുണ്ട്. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും സിറ്റുവേഷൻസും കുട്ടികളുടെ പ്രായവും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതിനെ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ മാറിക്കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞാൽ കുറച്ച് സ്പോയിലർ ആയി പോകും. പക്ഷേ എങ്ങനെയാണ് അത് അതിന്റെ അച്ചീവ് ചെയ്യുന്നത്? ഇമോഷണൽ ഏറ്റവും എക്സ്പ്രസീവായി വരുന്ന ഈ ക്യാരക്ടർ നമുക്ക് ഏറ്റവും നന്നായി പിടികിട്ടുന്ന മൊമെന്റായി അത് മാറുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ സിനിമയ്ക്ക് ക്ലൈമാക്സിലേക്കൊക്കെ ചിലപ്പം അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെയാണ് അത്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പം സിനിമ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ഈ യോഹന്നാനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അങ്ങനത്തെ സാധ്യതകളൊക്കെ സാധ്യമാകുന്നതെന്ന് എനിക്ക് തോന്നണം. ഞാൻ അങ്ങനെ അത് ഇപ്പം നമ്മൾ ആ സീൻ ചെയ്യുമ്പോഴും സിനിമ എങ്ങോട്ടേക്കാണ് സിനിമയുടെ പ്ലോട്ട് സഞ്ചരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടും കൂടിയിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്ലോട്ടിലെ അയാൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങളോ ഒക്കെ അതിലേക്ക് ഘടകമായിട്ട് വരുന്നുണ്ടാവും. പിന്നെ അയാളുടെ ജീവിതത്തിലെ അനുഭവവും അയാളുടെ സാഹചര്യവും അതിനകത്ത് പ്രത്യേകത, അതൊക്കെ ഞാൻ പറഞ്ഞ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുവാണെങ്കിൽ ചിലപ്പം സ്പോയിലറായി പോകും. ഈ നമ്മുടെ സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിൽക്കുമ്പോഴും, അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന് മുമ്പ് വരുന്ന സാഹചര്യമാണെങ്കിൽ പോലീസ് നമ്മളെ തേടി എത്തുക, അല്ലെങ്കിൽ പോലീസുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, അത് ഏത് രീതിയിൽ നമ്മളൊരു ബൈക്കിൽ നിന്ന് പിടിക്കുന്നതാണെങ്കിൽ നൈറ്റിൽ വണ്ടി തടയുന്നതാണ് എന്ന് പറയുന്നത് നമുക്കൊരു ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ചെറിയ ആശങ്കയോ ഭീതിയോ കുറേ സമയം നമ്മൾ പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സിലാണല്ലോ, അങ്ങനെ ഒരു സംഗതിയാണല്ലോ. ഇതിന്റെ കാര്യത്തിൽ നിങ്ങളാണ് ഒരു നാട്ടിൻ പുറത്തോടെ വണ്ടിയായിട്ട് ആളുകളിലേക്ക് ഒരു പോലീസിങ് നടത്തുന്നത് എന്നുള്ളത്. ഇപ്പോൾ പൊതുവെ ആക്ടേഴ്സ് പറയാറുണ്ട്, ഈ യൂണിഫോം എടുത്തിട്ട് കഴിഞ്ഞാൽ, ഒരു അട്ടയർ യൂണിഫോം ഇട്ട് ഷൂ ഒക്കെ ഒന്ന് ലേസൊക്കെ കെട്ടിക്കഴിഞ്ഞാലുള്ള അവരുടെ ഒരു എത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ റോഷൻ ഇതിന് വേണ്ടിയിട്ടൊരു യൂണിഫോം എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ആവുന്ന സമയത്ത് ഉണ്ടായ ഒരു പോസിറ്റീവായിട്ട് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്ത രീതിയും അതിൽ വന്ന ഏതെങ്കിലും തരത്തിലുള്ള അതല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്താണ് പേഴ്സണലി? ആദ്യം യൂണിഫോം ഇട്ട സമയത്തൊക്കെ ഈ യൂണിഫോമിന് ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ തന്നെ ആദ്യം വന്നത്. അല്ലാതെ ഞാൻ ഒത്തിരി ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പോലീസിന്റെ ആ നടപ്പും മറ്റേ ആ നെഞ്ചുരിച്ചുള്ള നിൽപ്പും പരിപാടി അതൊക്കെ യൂണിഫോം കയറി കഴിയുമ്പോൾ തന്നെ വന്നോളും എന്ന് ഒരുപാട് ആക്ടേഴ്സ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനൊന്നും വന്നൊന്നുമില്ല. ഇത് ഇപ്പോ ഷാഹി പറഞ്ഞു തന്ന കഥ ഓൾറെഡി മനസ്സിലുള്ളത് കൊണ്ടാണോ അതോ അല്ലെങ്കിൽ ദിന്നാദിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സർട്ടൺ ഐഡിയ ഓൾറെഡി ഉള്ളത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ തന്നെയായിരുന്നു ആദ്യം. പിന്നെയാണ് അത് പതുക്കെ ഈ ദിന്നാദിന്റെ ക്യാരക്ടറിന് വേണ്ട ഒരു കറക്റ്റ് ഫീലിംഗ് എന്താണ് അവൻ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ എന്നുള്ളതിലേക്ക് സർക്കിൾ ഇൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ചെറിയ മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇവൻ ഒരു സാധാ പോലീസുകാരനാണ്, ഇവൻ ഡ്രൈവർ ഡ്യൂട്ടിയിലാണ് ഈ പർട്ടിക്കുലർ ദിവസം നമ്മൾ ഇവനെ കാണുന്ന ദിവസം. അപ്പൊ ഇവൻ ഒരു സാധാ പോലീസുകാരൻ എന്നുള്ള നിലയ്ക്ക് അവൻ ഒരു പോലീസായി നിൽക്കേണ്ട സന്ദർഭങ്ങൾ തെരഞ്ഞു പിടിച്ച് ആ സമയത്ത് മാത്രം പോലീസ് ആവാനുള്ള പരിപാടിയേ ഉള്ളൂ ദിന്നാദിന്റെ കയ്യില്. അതിനപ്പുറത്തേക്കുള്ള ത്രൂ ഔട്ട് ഈ യൂണിഫോമിൽ കയറി കഴിഞ്ഞ ഉടനെ ഞാൻ പോലീസ് എന്നുള്ള സാധനമൊന്നും ദിന്നാദിന്റെ കയ്യിൽ ഇല്ല. അങ്ങനത്തെ ഒരാള് തന്നെയാണ്. അപ്പൊ അത് തന്നെയായിരുന്നു ഞാനിപ്പോ എനിക്ക് കിട്ടിയ സാധനത്തിന്റെയും അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ പോലീസ് കുപ്പായി വിട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ആണ് ദിന്നാദിനെ പിടിച്ചിരിക്കുന്നത്. അത് ഷാഹിയുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഷാഹിക്കും അത് കറക്റ്റ് ആയിട്ട് തോന്നി എന്നുള്ളൊരു പരിപാടിയിൽ മുമ്പോട്ട് പോകുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെയ്ത സിനിമയും ഒരു പോലീസ് സിനിമ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത പടം. അതിനകത്ത് ഒരു ഹയർ റാങ്ക് ഓഫീസർ ആയിരുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥയായിരുന്നു. അതിൽ പോയി യൂണിഫോം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സാധനം ഫീൽ ചെയ്തത്. ആക്ച്വലി ഒന്നാമത് യൂണിഫോം ഇട്ടുള്ള ഒരു പരിചയം ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇതില് ദിന്നാദായിട്ട് ഞാൻ നിൽക്കുമ്പം പോത്തേട്ടൻ ഇട്ടിരുന്ന യൂണിഫോമും അതിലെ മെഡൽസും സ്റ്റാർസും ഒക്കെ ആയിരുന്നു മറ്റേതിനകത്ത് എനിക്ക്. അപ്പൊ ശരിക്കും എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയതുപോലുള്ള ഒരു ഫീലിംഗും ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് പടത്തിന്റെ ഇടയിൽ എവിടെയോ വെച്ചിട്ടാണ് എനിക്ക് ഈ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ വരുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞ ഷാഹിയുടേതിന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ട്രയൽ കഴിഞ്ഞപ്പോഴത്തേക്കിനും അയ്യോ എന്നുള്ള തോന്നല് തന്നെയാണ് വന്നത്. അതിൽ നിന്ന് ദിന്നാദിനെ കണ്ടുപിടിക്കുമായിരുന്നു. ഇതിലാണെങ്കിലും നേരത്തെ പറഞ്ഞൊരു പോലീസ് യൂണിഫോമിലേക്ക് വരുന്ന പറയുമ്പോൾ ഷാഹിയെ സംബന്ധിച്ചാലും ഷാഹി ഈ രണ്ട് ക്യാപ്പും, അതായത് ആദ്യം പോലീസ് ക്യാപ്പ് മാറ്റിയിട്ട് പിന്നെയാണല്ലോ ഡയറക്ടറുടെ ക്യാപ്പിലേക്ക് എത്തുന്നത്. ഇതില് കുറെയൊക്കെ പുള്ളിയുടെ ഒരു പേഴ്സണൽ ട്രാവൽ അല്ലെങ്കിൽ ഷാഹി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുണ്ടാവും. എനിക്ക് തോന്നിക്കാനുള്ള പീറ്റർ യോഹന്നാൻ ശരിക്കും രണ്ട് എക്സ്ട്രീമിലുള്ള ആളുകളാണല്ലോ. ഇമോഷണലി ആണ്, ഒരാൾ കുറച്ചുകൂടി സട്ടിലാണ്. നമ്മൾ മകളും വൈഫ് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ പൊട്ടിത്തകർന്ന ഒരാളെ കാണുന്നത്. എന്നാൽ
ഇമോഷണലി അങ്ങനെ ഇത്രയും ബ്രേക്ക് ഡൗൺ ആയിട്ട് എക്സ്പ്രസീവായിട്ട് കാണുന്നില്ല യോഹന്നാനെ പോലെ. രണ്ട് തരം ക്യാരക്ടറാണല്ലോ. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഷാഹിയുടെ ഈ രണ്ട് ക്യാരക്ടറിനെ അതിനെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു റൈറ്ററും ഡയറക്ടറും കൂടുതൽ വർക്ക് ചെയ്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും റോന്തിലെ ക്യാരക്ടറായിരിക്കും. കാരണം അത് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അതിൽ മേജർ കഥാപാത്രങ്ങളിൽ ഒന്നാകുമ്പോഴത്തേക്കും വർക്ക് ചെയ്യുന്നു. പക്ഷേ ജോസഫ് പോലുള്ളൊരു സിനിമയിലെ ഒരു ചെറിയ കഥാപാത്രമാണ്. ഞാൻ പറയാം ഇത് സ്ക്രീൻ സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടർക്ക് വേണ്ടി ഒരു ഡയറക്ടർ റൈറ്റർ വർക്ക് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം യോഹന്നാൻ കുറച്ചും കൂടെ ആലോചിച്ചിട്ടുള്ള, കുറച്ചും കൂടെ റിസർച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് നമ്മൾക്കൊരു ആ പടം പുറത്തിറങ്ങി അത് എല്ലാം കൂടെ ചെയ്ത് ആ കഥാപാത്രം നമ്മൾ അഭിനയിച്ച് വൃത്തിക്ക് വരുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്ന് കണ്ടറിയണം തന്നെയാണ്. കണ്ടറിഞ്ഞാലേ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. പക്ഷെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന, ഇപ്പം നമുക്കൊരു അഭിനയിക്കുന്ന സമയത്തൊക്കെ ആദ്യം അല്ലെങ്കിൽ നമ്മളൊരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ ഒരു ചെറിയ കഥാപാത്രം അഭിനയിക്കാൻ പോകുമ്പം ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ചെറിയ കഥാപാത്രം അഭിനയിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുള്ള ആളല്ലേ ഏത് സിനിമയിലായാലും. പക്ഷേ ഞാനിപ്പോൾ കഴിയുമെങ്കിൽ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുമോ എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. ഞാൻ ആ ഒരു ഡിസിഷനിലേക്ക് വരാനുള്ള ഒരു കാരണം എനിക്കൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഒരു ചെറിയ ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും അതിലേക്കുള്ള റൈറ്ററുടെയും ഡയറക്ടറുടെ അറ്റൻഷൻ്റെ കുറവ് കൊണ്ടാണ്. ഒരു പ്രധാന കഥാപാത്രം നമ്മൾ പെർഫോം ചെയ്യുമ്പം ഡയറക്ടർ, റൈറ്റർ, അങ്ങനെ ആ ടീമിൻ്റെ അറ്റൻഷൻ നമ്മളിലേക്ക് കൂടുതൽ വരികയും ആ കഥാപാത്രത്തിൻ്റെ ചുറ്റുവട്ടം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടും ഉണ്ടാവും. നമ്മളൊരു ചെറിയ കഥാപാത്രത്തിന് അവതരിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിൻ്റെ ചുറ്റുവട്ടത്തിന് ഒരു ലോജിക്കും ഇല്ല. അതിനെക്കുറിച്ച് പലപ്പോഴും ഒരു വറീഡല്ല, പ്രധാന കഥാപാത്രത്തിൻ്റെ സാഹചര്യം മാത്രമേ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഈ അവസ്ഥ എന്താണ് മനസ്സിലാകാത്തത്? ഞാൻ പറയുന്ന ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥയാണ്. ശരിക്കും ഞാൻ ഇതല്ലേ ഇവിടെ ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പോകുന്ന ഒരു സാധനമുണ്ട്. അപ്പം അപ്പം ആ നിലയ്ക്കാണ് ഞാൻ ഒരു പ്രധാന കഥാപാത്രം കിട്ടുക, അല്ലെങ്കിൽ ആ പ്ലോട്ടിൽ എന്തെങ്കിലും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പം പീറ്ററിനേക്കാളും ചിലപ്പോൾ റിസർച്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ക്യാരക്ടർ ഉറപ്പായിട്ടും യോഹന്നാൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് നമുക്ക് ഓരോന്നും ഓരോ സാധ്യതകളാണ്. ഈ പീറ്റർ എന്നുള്ള കഥാപാത്രം എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞാൻ എത്ര പെർഫോം ചെയ്തു എന്നതിനപ്പുറത്ത് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അയാളുടെ വിശാലത, അതെല്ലാം കൂടി ഒരു അപ്രിസിയേഷൻ ആയിട്ട് വരും. അതൊരു സിനിമയുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മളിപ്പം സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ വലിയ പ്രധാന നടന്മാരോട് നമുക്ക് ഇത്രയധികം സ്നേഹം തോന്നുന്നത് ആ ഫാക്ടർ എപ്പോഴും നമുക്ക് വരാറുണ്ടല്ലോ. അവർ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ ആ വിശാലതയോടുകൂടി, അതിന്റെ ആ സത്യസന്ധതയോട്, അതിനോട് നമുക്ക് തോന്നുന്ന സ്നേഹം കൂടിയാണ്. അപ്പൊ പീറ്ററിന്റെ കാര്യത്തിൽ അതും കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തിന്റെ ഹൃദയവിശാലത കൂടി ചേർന്നാണ് ആ സ്നേഹം എനിക്ക് കിട്ടാറ്. അത് പ്രകടിപ്പിച്ച് അഭിനയിച്ച ആളെന്ന നിലയിൽ ആ സ്നേഹം എനിക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ജംഗ്ലിയുടെ മലയാളത്തിലൊരു മെയ്ഡ് ഇൻ വെഞ്ചറാണ്. അതേസമയം തന്നെ ഫെസ്റ്റിവൽ സിനിമാസ് അതിൽ ഒരു സംവിധായകൻ തന്നെ, ഇപ്പം ഞാൻ ഭാവന ഒരു സംവിധായകൻ കൂടി ഉൾപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ടാണ്. ഇതിൽ രതീഷ് അമ്പാട്ടുണ്ട്, ഒപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പിന്നെ രഞ്ജിത്ത്, ജോജോ, ഇപ്പം ഇവരുടെ ഒരു മലയാളത്തിലൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം കംപ്ലീറ്റ്ലി പറയുന്ന ഒരു കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് വരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള രീതിയിൽ കൂടി ഇവരുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പം നേരത്തെ റോഷൻ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഭയങ്കര ചെറിയ പല ഇൻസിഡൻസുകൾ അതായിരുന്നു റോഷനെ അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളത്. പക്ഷെ അങ്ങനെ ഒരു പുതിയ ഫോർമാറ്റിലേക്ക് വരുംതോറും കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് അതിലുള്ള ട്രസ്റ്റ് കുറയേണ്ട ഒരു കാലഘട്ടം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ജംഗ്ലി പോലുള്ളൊരു ബാനർ വരുന്നത് ചിലപ്പോൾ ഷാഹിയിലുള്ള വിശ്വാസം തന്നെയാണ് അതിൽ പ്രധാന ഫാക്ടറായിട്ട് വരുന്നത്. അവർ ഡയറക്ടറിൽ നിന്ന് വന്നിട്ടുള്ള മുൻ പ്രോഡക്റ്റുകൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നായിരുന്നു, അയാൾ ഡയറക്റ്റ് ചെയ്ത മുമ്പത്തെ പടം എങ്ങനെയുള്ളതാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ച് തന്നെയായിരിക്കും പ്രൊഡക്ഷൻ ഹൗസ്. അതുപോലെ തന്നെ ഇപ്പം രഞ്ജിത്ത് ആയാലും ഇവരെല്ലാവരും രതീഷും ഒക്കെ അവരുടെ എക്സ്പീരിയൻസിൽ തന്നെയാണ് ഇതിനെ ഉൾക്കൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സിനിമ ചെയ്യാനുള്ള ശ്രമം അത് ഉടനീളം ഈ പടത്തിൻ്റെ പ്രോസസ്സിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ചില സിനിമകൾ നമ്മളൊരു സിനിമയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്തൊരു ആഘോഷവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കാണാം. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം അങ്ങനെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ റോന്തിൻ്റെ ഒരു ടീം വർക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പ്രൊഡക്ഷനിൽ നിന്നായാലും ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തൊരു ഫുൾ ടീം പടത്തിലുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഫുൾ നൈറ്റ് ആയിട്ടും ഒക്കെ ആരും ഇറിറ്റേറ്റഡ് ആകാതെ, കാരണം 10-60 ദിവസമൊക്കെ ആൾക്കാർ ഉറക്കമൊഴിച്ച് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ഇങ്ങനെ
ഉറപ്പായിട്ടും ബിഗ് ബോസ് ആകും പതുക്കെ. പക്ഷെ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള അടിപൊളി പരിപാടിയായിരുന്നു അല്ലെ ആ പ്രോസസ്സിൽ. എനിക്കൊന്ന് പാൽത്തൂന് ശേഷം അല്ലെ ഇരുട്ടിയിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാറ്. പാൽത്തൂൻ ഇരുട്ടിയിൽ ഇത്ര ഇരുട്ടില്ല, കുറച്ച് കുറവാ, ഇതിൽ കൂടുതലാണ്. നമ്മൾ പറയാം എപ്പോഴും മലയാള സിനിമ ഇപ്പൊ പല മൾട്ടിപ്പിൾ ലൊക്കേഷനിലേക്ക് പോകുന്നു. ഇത് കോട്ടയത്ത് ആലോചിച്ച സിനിമ ഇരുട്ടിലേക്ക് വരുന്നു, വേറൊരു ടെറൈനിലേക്ക് വരുന്നു. ടെറൈൻ ആ രീതിയിൽ കൂടി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നില്ല. അത് ഞാൻ ദിലീഷിനോട് ചോദിക്കാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ എല്ലാ സിനിമയിലും ജിയോഗ്രഫി, അതിന്റെ ലാൻഡ്, അതിനൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു സാധനമാണ്. പെർഫോമർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ഗുണമുണ്ടോ? വേറെ നമുക്ക് അങ്ങനെ അത്ര ഫെമിലിയർ അല്ല. ഇപ്പൊ കോട്ടയത്താണ് ഇങ്ങനെ ഓടിയെങ്കിൽ ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ട്. ആ പ്രദേശം വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ ശരിക്കും ഷാഹിനെ ഈ പടം കോട്ടയത്ത് ഷൂട്ട് ചെയ്യാൻ നിർബന്ധിച്ച ആളാണ്, ചില സൗകര്യങ്ങൾ കൊണ്ടുമൊക്കെ ആയിട്ട്. പിന്നെ ഈ പ്ലോട്ട് ഇവിടെയാണ് ഷാഹി ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഷാഹി ഒരു സാഹചര്യത്തിൽ കണ്ണൂർ പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു ആലോചന അവിടെ ഇരുന്ന് എഴുതി കഴിഞ്ഞിട്ട് പുള്ളി അത് സെറ്റായി പോയി. പിന്നെ കണ്ണൂരത്തെ പോലത്തെ ഒരു ലൊക്കേഷൻ പുള്ളി കോട്ടയത്ത് കുറെ തപ്പി കിടന്നു. കണ്ണൂരത്തെ ലൊക്കേഷൻ കോട്ടയത്ത് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയാണ് പുള്ളിക്ക് കണ്ണൂർ തന്നെ സെറ്റാകുന്നത്. പക്ഷേ കണ്ണൂരായിരുന്നത് ഭയങ്കര പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പം ഞാൻ ഷാഹിയോട് ചോദിച്ച 1-2 പോയിന്റാണ്. ഇപ്പം നമ്മൾ രാത്രിയാണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്, പടത്തിൻ്റെ ഒരു മേജർ പോർഷനും നൈറ്റാണ്. അപ്പം നമുക്ക് കിട്ടുന്ന വിസിബിലിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അത് കണ്ണൂരത്തെ റബ്ബർ തോട്ടവും കോട്ടയത്തെ റബ്ബർ തോട്ടവും തമ്മിൽ വിഷ്വലിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ ഷാഹിയോട് ചോദിച്ചു. പക്ഷേ ചില ലൊക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ഡാമോ, അല്ലെങ്കിൽ അങ്ങനത്തെ പല ഗുണങ്ങളും ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ഷാഹിക്കോ അല്ലെങ്കിൽ സിനിമയ്ക്കോ ഉണ്ടായതിനേക്കാളും ഗുണം ഇത് കണ്ണൂർ ഷൂട്ട് ചെയ്തുകൊണ്ട് ആക്ടേഴ്സിനാണ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ക്യാരക്ടേഴ്സിലേക്ക് കൂടുതൽ എത്താൻ അതിൻ്റെ ഒരു ജോഗ്രഫി നമ്മളെയാണ്. കാരണം നമ്മൾ ആ ക്യാമറ കണ്ടില്ലേലും ആ പ്രദേശത്തെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ പ്രദേശത്തെ കുറച്ചും കൂടെ നമ്മുടെ പെട്രോളിംഗ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ആ പ്രദേശത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ സ്ക്രീനിൽ ചിലപ്പോൾ ആ ബാക്ക്ഡ്രോപ്പ് ഇല്ലെങ്കിലും നമുക്ക് കൂടുതൽ അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് എത്താൻ അത് ഭയങ്കര ഗുണമായിട്ടുണ്ടെന്നാണ് കാര്യത്തിലാണല്ലോ ഈ പറയുന്ന ഒരു സോളോ അല്ലെങ്കിൽ 2 പേർ എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പൊ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ 2 പേര് തന്നെയാണ്. നിങ്ങളുടെ എന്നാൽ അത് കോൺവെർസേഷൻ ഡ്രിവൺ അല്ല, ഹാപ്പനിങ് ഡ്രിവൺ ആണ്, എപ്പിസോഡിക് ആണ്. അപ്പൊ എന്നാൽ പോലും 2 പേരിൽ തന്നെയാണല്ലോ ഈ പെർഫോമൻസ് നടക്കുന്നത്. അതിന്റെ ഒരു ലിമിറ്റേഷനും ആനുകൂല്യം എന്തായിരുന്നു? അതിന്റെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത സാധനം എന്താന്ന് വെച്ചാൽ, ഇതിപ്പം ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായാലും ആ സ്പേസിൽ അന്നത്തെ രാത്രിയിൽ ഈ ക്യാരക്ടറിന് തോന്നുന്ന ഒരു കാര്യം പറയാനോ അല്ലെ ഏതെങ്കിലും രീതിയിൽ നോൺ വെർബലി ആയാൽ പോലും എക്സ്പ്രസ് ചെയ്യാനോ ഈ അപ്പുറത്തിരിക്കുന്ന ആൾ മാത്രമേ ഉള്ളൂ. അവിടെ അതിനെ അപ്പൊ അതിന്റെ കൂടെ കണ്ടീഷൻസ് അപ്ലൈ ആയിട്ട് ഈ ഹൈറാർക്കി വരും. ഇയാളുമായിട്ട് എനിക്കുള്ള ഇക്വേഷൻ ഇപ്പൊ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നിന്നാതിന് മറ്റു പോലീസുകാര് വേറെ ആരായിരുന്നേലും യോഹന്നാനെക്കാട്ടിലും ചിലപ്പോ അന്ന് രാത്രി കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് പെട്രോളിങ്ങിന് പോയേനെ എന്നുള്ളൊരു പോയിന്റിലാണ് പോകുന്നത്. എന്നാൽ പുള്ളിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചൊറി എന്നുള്ളൊരു സാധനം. അപ്പൊ ഈ ആംഗിളുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട സാധനങ്ങൾ എത്ര ചെയ്യും, എത്രത്തോളം നമ്മൾ പറയും, എത്ര നമ്മൾ പറയാതിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ഒരു പോയിന്റ് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവൻ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് 8 പ്രാവശ്യം പൊട്ടിത്തെറിക്കാൻ വന്നിട്ട് അത് പിടിച്ചു വെച്ചതിന്റെ ഒരു വെയിറ്റ് അതിനുണ്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു പോലും ഭയങ്കര രസമായി. എപ്പോഴും ഒരു കൺഫൈൻഡ് സ്പേസിൽ 2 ക്യാരക്ടേഴ്സും മാത്രമായിട്ടാവുമ്പോൾ ഒരു കണക്കിന് നമ്മുടെ എല്ലാ റിലേഷൻസും നമ്മൾ ഈ ഒരാളിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരാള് സത്യം പറഞ്ഞാൽ നമ്മുടെ ആരുമല്ല, നമ്മുടെ ഒരു സീനിയർ ഓഫീസർ മാത്രമാണ്. അപ്പോ മറ്റ് ഈ കഥയിൽ ഇവരുടെ 2 പേരുടെയും പേഴ്സണൽ ലൈഫിൽ ചുറ്റുമുള്ള ഇവരുടെ എല്ലാ റിലേഷൻഷിപ്പുകളും ഇതിലേക്ക് ഒരു പെർസെന്റേജ് വരെ വന്നു പോകുന്നുണ്ട്. അത് യോഹന്നാനിന്ന് തിന്നാതിലേക്കും ഉണ്ട്, തിന്നാതിന്ന് യോഹന്നാനിലേക്കും ഉണ്ട്. അത് ചെയ്തു പോലെ ഭയങ്കര രസം തന്നെയാണ്. പിന്നെ പേഴ്സണലി പോത്തേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ മൂത്തോനിൽ ചെറിയൊരു ട്രെയിലർ ചെയ്തായിരുന്നു. മൂത്തോനിൽ പോത്തേട്ടൻ എന്നെ എടുത്തിട്ട് അലക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അഭിനയിച്ചു. ഇത് പക്ഷേ എല്ലാം ആയൊക്കെ പൊട്ടി ചുരുട്ടിക്കുട്ടി ഒരു സൈഡിലേക്ക് ഇട്ട് അത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിനകത്ത് പോത്തേട്ടൻ്റെ കൂടെയുള്ള ട്രാവൽ മൊത്തം എല്ലാ രീതിയിലും കുറച്ച് സീനിനുള്ളിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ആസ് എ കോ ആക്ടർ നമ്മുടെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ളതിൽ ഒരു ആക്ടറുടെ റെസ്പോൺസസ് എന്നുള്ള രീതിയിൽ പോത്തേട്ടൻ തരുന്നതൊക്കെ ഭയങ്കര വാല്യൂബിളും ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നി. നമുക്ക്
ചില പോയിന്റുകളിൽ നമ്മുടെ റിയാലിറ്റിയിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും സ്വാഭാവികമായിട്ടും. ആസ് ആക്ടേഴ്സ് നമുക്ക് ചുറ്റും വണ്ടിക്ക് ചുറ്റും ലൈറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്, 2 ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ രാത്രിയിലെന്നും ഇപ്പൊ എനിക്ക് പേടി തോന്നുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇയാളോട് നല്ല ദേഷ്യം എന്ത് സാധനമാണേലും അപ്പൊ ആ റിയാലിറ്റിയിൽ അപ്പുറത്ത് ഒരാൾ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുമ്പോൾ അത് നമ്മളെയും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ സീനിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ കിട്ടുന്ന മൊമെന്റ്സിൽ പോത്തേട്ടന് ഡയറക്ടോറിയലി ഉള്ള എക്സ്പീരിയൻസ്, പൊതുവെ സിനിമയിൽ ഇത്ര നാളായിട്ടുള്ള എക്സ്പീരിയൻസ് മൊത്തം അഭിനയിക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് വളരെ പ്രായോഗികമായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരുപാട് മൊമെന്റുകളിൽ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്. അത് എങ്ങനെ എനിക്കത് ആ പ്രോസസ്സ് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതിലൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ ഈ ഇന്റർവ്യൂവിൽ തന്നെ നേരത്തെ പോത്തേട്ടൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പ്ലോട്ടിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് ഈ ക്യാരക്ടർ പ്ലേ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവരിക. അപ്പൊ ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ഡ്രാമ ആയിട്ടുമാണ് പോത്തേട്ടൻ അത് പറയുന്നത്. ഞാൻ ആസ് ആൻ ആക്ടർ എനിക്ക് ഒന്ന് ക്യാരക്ടേഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും പ്ലോട്ട് മറന്നു പോകും. ഞാൻ ആ ക്യാരക്ടർ മാത്രം പിടിച്ചു വെച്ചിട്ട് അപ്പൊ ഒരു സീനിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോ ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ ആ പെർസ്പെക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളത് ഒരു ഡയറക്ടർ ആവുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ കുറെ മൊമെന്റ്സ് എനിക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് പോത്തന്റെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം നമുക്ക് എല്ലാവർക്കും തോന്നുന്നു, ചേട്ടാ ഇത് ഇവിടെ ഈ പേജിൽ ഇത് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വന്നപ്പോൾ ഇതെന്താ വേറെ ആർക്കും തോന്നാഞ്ഞത് എന്നുള്ള അത് അങ്ങനത്തെ ആംഗിളുകളിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ. അപ്പൊ ഈ 2 രീതിയിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പോത്തനോട് വർക്ക് ചെയ്തത്. റോഷൻ ചേർത്ത് പറഞ്ഞത് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഫിലിം മേക്കറെ കുറിച്ച് കൂടി ആയതുകൊണ്ട് ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതൽ, ജോജി, അതിനുശേഷമുള്ള സിനിമയ്ക്ക് ഉറപ്പായും ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ ഫിലിം മേക്കറിൽ ഒരാളാണ് ദിലീഷ് പോത്തൻ. എന്താണ് ഈ ഇത്ര വലിയ ഇടവേള? കഥ ഇങ്ങനെ കിട്ടാതിരിക്കുമോ? കഥ നമുക്ക് കിട്ടും. അത് പൂർണ്ണമായ ഒരു സിനിമയുടെ സ്വഭാവത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന പ്രോസസ്സിലാണ് നമ്മളെപ്പോഴും തോറ്റു പോകുന്നത്. കഥ പലത് താല്പര്യമുള്ള പല വിഷയങ്ങൾ, പല പ്ലോട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പല റൈറ്റേഴ്സുമായിട്ടിരുന്നു നമുക്കിത്. പക്ഷെ അതിനെ ഒരു സിനിമയുടെ ഫൈനൽ ഫോമിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് തന്നെ അതിനോട് താല്പര്യം കുറഞ്ഞു പോകുന്നു, നമുക്കതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെ പലപ്പോഴും അതിനെ പാതി വഴി വെച്ചിട്ട് നിർത്തിപ്പോകുന്നതാണ്. പക്ഷെ എന്നാലിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പരിപാടി ഏകദേശം വീണ്ടും വട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഒക്കുമായിരിക്കും, ഇത്തവണ ഒക്കും തോന്നണം. ഏകദേശം ഒരു ഫോമിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിന് ഇനി സൈഡൊക്കെ ഭയങ്കര മാസ് പടം ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നില്ലേ? അതെ, ഞാനതൊരു ശരിക്കും ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇപ്പം മാസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കുമ്പം ഓരോരുത്തരും അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് ഭയങ്കര കാരണം ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ അതങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് എന്നോടുള്ള ചോദ്യങ്ങൾ, ആൾക്കാരുടെ സിനിമയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് തോന്നി ഞാൻ ഉദ്ദേശിച്ച മാസം അല്ലല്ലോ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു ഞാൻ പറയാം, എൻ്റെ മുമ്പിലുള്ള സിനിമകളിലേക്കാളും കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ സ്വഭാവത്തിലുള്ള മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ഉണ്ടാക്കി കഥ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു കുറച്ചും കൂടെ ഒരു കൺവെൻഷണൽ സ്ട്രക്ചറിലേക്കൊക്കെ അടുപ്പിച്ച് എന്നാൽ എൻ്റെതായ എന്തെങ്കിലും എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്പേസിൽ നിന്ന് ഞാൻ വിടുന്നില്ല. ഞാൻ എൻ്റെ സിനിമകളുടെ ചില പൊതു സ്വഭാവങ്ങളിൽ ഉടക്കി നിൽക്കുന്ന സിനിമ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. അത് തന്നെയാണോ ഭാവനയുടെ അടുത്ത പടം? അല്ലല്ല, ഭാവനയുടെ അടുത്ത പടം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം തൊട്ടുപുറകെ വരും. എന്തായാലും ഈ മാസം പ്രേമലു 2 അല്ല, പ്രേമലു 2 ആയിരിക്കില്ല, വേറെ മറ്റൊരു ഗിരീഷ് ഷെഡി ചിത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പായും റോന്ത് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചെന്ന് തന്നെ പതിക്കട്ടെ. ഈ പറഞ്ഞ ഷാഹി കബീറിൻ്റെ, ദിലീഷ് പോത്തൻ്റെ, റോഷൻ മാത്യുവിൻ്റെ ഒരു ബെസ്റ്റ് ഫിലിമുകളിലൊന്നായിട്ട് സിനിമ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സന്തോഷം.